മീൻ വാങ്ങി വരുന്നൊക്കെ ഫസ്റ്റ്. ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്കും മക്കൾക്കൊക്കെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ ഇതാ നമ്മളെ ഹനൂസിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ എന്നിട്ടൊന്ന് പോണത്. നമ്മൾ ആദ്യം ഹനൂസിനും മിന്നൂസിനും സ്കൂളിൽ പോയിട്ട് എടുത്തിട്ടാണ് പോണത് കേട്ടോ. പിന്നെ ഹനൂസ് മോന് ഇന്ന് കാണിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ, ഇന്നലെ ആയിരുന്നു കാണിക്കേണ്ട ദിവസം കേട്ടോ. അപ്പോൾ ഹനൂസിന് വീട്ടിലിരുന്നിട്ട് ഭക്ഷണം പറ്റാഞ്ഞിട്ട് ഇന്ന് അവന് സ്കൂൾക്ക് പോയിട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ മിന്നുട്ടി നമ്മളോട് ഇങ്ങനെ പറയാണ് കേട്ടോ, പിന്നെ ഞാൻ കൂടെ വരുമ്പോൾ ഫുഡ് കഴിക്കൂല, പിന്നെ ഹനൂസിനിട്ട് വരികയാണെങ്കിൽ ഫുഡ് കഴിക്കും, റിസുവിനിട്ട് വരികയാണെങ്കിൽ ഫുഡ് കഴിക്കും, ഇന്നെന്താ ഫുഡ് കഴിക്കാത്തത്, ഇന്ന് എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ തോനെ പൈസ ചിലവാവിച്ചിട്ടാണെന്നൊക്കെ ഇങ്ങനെ എന്നോടിങ്ങനെ ഒരു ഭാഗത്തിരുന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഞാനത് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ റിസുട്ടി അങ്ങനെ തന്നെ കേട്ടോ, പുറത്ത് പോയാൽ പപ്പടം ചോറ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അനൂസ് പിന്നെ സ്വകാര്യമായിട്ട് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ കേട്ടോ, പരസ്യമായിട്ട് പറയണില്ല. ഭയങ്കര ക്ഷമയാണ് കേട്ടോ, അപ്പോൾ പാവം തോന്നും. അപ്പോൾ നമ്മൾ ഹനൂസിനെ ഇന്നലെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവനക്ക് വീട്ടിലത്തെ ഭക്ഷണമൊന്നും പറ്റലുണ്ടായിരുന്നില്ല, ഒന്നും കഴിക്കൂലേനു കേട്ടോ, പനി ഛർദിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നെ കാണിക്കുന്ന അന്ന് ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എന്നോട് അറിഞ്ഞ് ഇന്ന് ബുക്കിങ് കൂടുതലാണ്, പിന്നെ ഡോക്ടറെ കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് അവന് എന്നോട് അറിഞ്ഞ് ഞാൻ ഇന്ന് സ്കൂൾക്ക് പോവുകയാണ് പറഞ്ഞു. എന്തോ ചോദിച്ചു, എനിക്ക് സ്കൂളത്തെ സാമ്പാറും ചോറും തിന്നണം, എനിക്ക് വീട്ടിലത്തെ ഭക്ഷണമൊന്നും പറ്റണില്ല, അല്ലെങ്കിൽ ഹോട്ടലത്തെ സാമ്പാറും ചോറും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഡോക്ടറെ കാണിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് അവന് രാവിലെ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് സ്കൂൾക്ക് പോവാണ്, എനിക്ക് സ്കൂളത്തെ സാമ്പാറും ചോറും തിന്നണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എതിർത്ത് നിന്നില്ല കേട്ടോ, അവൻ പോവുകയാണെങ്കിൽ പോവട്ടെ വിചാരിച്ച്. അങ്ങനെ അന്ന് സ്കൂൾക്ക് പോയില്ല. പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിലേക്ക് ബുക്കൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക, ഓനെ ഞാൻ സ്കൂൾക്ക് വിട്ടിട്ട് മിന്നുട്ടിനെയും കാണിക്കണം വിചാരിച്ച്. അങ്ങനെ ഞാൻ ഉച്ചക്ക് അവർ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഹനൂസിനും മിന്നൂസിനും ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തു. അങ്ങനെ പിന്നെ റിനുവിൻ്റെ കാര്യത്തിന് അവൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിനുവിൻ്റെ അവിടെയും പോയിട്ടോ. അപ്പം ഇന്ന് എല്ലാവരും കൂടെ എന്നിട്ട് വന്നിട്ടുള്ളത്, പിന്നെ ഓട്ടോറിക്ഷയിലായതുകൊണ്ട് എല്ലാവർക്കും കൂടെ പോരാനുമായി. അങ്ങനെ അവിടെ പോയതിന് ശേഷം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ 12 മണിക്ക് എത്താനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ ഒരു 2:30 മണിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്യേണ്ട സമയമായിരുന്നു. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് നമ്മൾ ഹനൂസിനെയും മിന്നൂസിനെയൊക്കെ കാണിച്ച്, പിന്നെ ഹനൂസിന് പിന്നെ അവനെപ്പോഴും വായ ഇങ്ങനെ തുറന്നുകൊണ്ടാണ് കേട്ടോ. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അവൻ ചെറുപ്പത്തിലും എനിക്ക് വായന ഉമ്മനീരൊക്കെ അങ്ങനെ ഒലിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിരിക്കണം. പക്ഷെ അവൻ വായ പൂട്ടൂല കേട്ടോ. പിന്നെ മൂക്കിൽ ദശയൊക്കെ ഉണ്ട്, അപ്പോൾ ഡോക്ടറെ അറിയാതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മൗലാനീന് ഓപ്പറേഷത്തിന് എഴുതിയിരുന്നു. അങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടോ പിന്നെ ആളില്ലാത്ത പ്രശ്നമൊക്കെ കൂടെ ആയിട്ട് നമ്മളത് മഞ്ചേരി കാണിച്ചിരുന്നു. അങ്ങനെ മഞ്ചേരി കാണിച്ചപ്പോൾ നമ്മൾ അതിങ്ങനെ മരുന്നിങ്ങനെ തുടർന്ന് കൊണ്ടുപോകായിരുന്നു. അതിൻ്റെ ഇതിൽ അതും നിർത്തി. പിന്നെ നമ്മൾ ആലിയം ഡോക്ടറെ മരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആലിയം ഡോക്ടർ നമുക്ക് വാക്കുന്നിരുന്നു കേട്ടോ, നമുക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട, അത് മരുന്ന് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞ നല്ല സമാധാനത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ആലിയം ഡോക്ടർ മരിച്ചല്ലോ. അപ്പോൾ എല്ലാവരും ആലിയം ഡോക്ടർക്ക് വേണ്ടി ഇപ്പോൾ ഈ ടൈമിൽ ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് സ്കാൻ ചെയ്യണമെന്ന്, എക്സ്റേ എടുക്കണം എന്നാണ് കേട്ടോ. അവനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ഭയങ്കര വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് കിടക്കട്ടോ, എന്തോ ഒരു വേറൊരു ഇതിലാണ് അവന് കിടക്കട്ടോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഒരു ഷേപ്പിലാണ് കിടക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എക്സ്റേ എടുത്ത് നോക്കണം, ഇപ്പം തന്നെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ അറിയണം. അങ്ങനെ എക്സ്റേ ഒക്കെ എഴുതിയിട്ടോ. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് പിന്നെ എക്സ്റേ ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവനാണ് കൊണ്ടുപോയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഞാൻ കുറച്ച് പുറത്തായിരുന്നു, കുഞ്ഞോനാണ്ട് ആക്കി കൊടുത്തും ചെയ്തു, ഒന്നും പറഞ്ഞില്ല കേട്ടോ കുട്ടിനോട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടി പേടിക്കണം. അപ്പോൾ ഡോറിന് തുറന്നു നോക്കുക പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവനോട് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് അയക്കാൻ പറഞ്ഞപ്പോൾ അവൻ ആകെ പേടിച്ചിരിക്കണം എത്ര കേട്ടോ. എൻ്റെ പള്ളരുള്ളിൽ നിന്ന് എന്തോ കീറി എടുക്കാനാണെന്നൊക്കെ എത്ര കേട്ടോ എൻ്റെ വിചാരം. പുറത്തേക്ക് വന്നേരേട്ടോ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല വിചാരിച്ച് അങ്ങനെ പറയാൻ ഞാൻ ഷർട്ട് അയച്ച് ആകെ പേടിച്ചു.
അങ്ങനെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല അറിഞ്ഞ് രണ്ടാൾക്കും 1 മാസത്തിന് ഗുളികയൊക്കെ എഴുതി. പിന്നെ നമ്മളങ്ങനെ പുത്തൂർ ബൈപ്പാസിലൂടെ ഉണ്ടായി നമ്മളെ പോക്കും വരവൊക്കെ അപ്പോൾ അങ്ങനെ വരികയാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ, എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ വന്നിരുന്നു. അപ്പോൾ ചായ അടിക്കാൻ നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ചായ അടിക്കണ്ട വിചാരിച്ചാൽ പറഞ്ഞാൽ നമുക്ക് മീൻ വാങ്ങാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മളെ കുഞ്ഞൻ പണിയെടുത്ത ലുക്കുവിൻ്റെ മീൻ കട, പിന്നെ അവിടെ നൗഫലിൻ്റെ മീൻ കട ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലുക്കുവിൻ്റെ അവിടെ എത്തിയപ്പോൾ മീൻ അവിടെ എല്ലാം പോയ മീനൊക്കെ എന്താണ് താനൂരത്തെ മീൻ എന്താ നല്ല ഫ്രഷ് മീനൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് മീൻ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ പറയുന്നത് കേട്ടോ, മീൻ ഫ്രീ ആണ് എല്ലാവരും വന്ന് വാങ്ങുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്തെന്ന് ലുക്കുവിൻ്റെ വാർഷികമാണ് കേട്ടോ, മീൻ കച്ചവടത്തിന് എത്രാമത്തെ വാർഷികമാണ്. അപ്പോൾ എല്ലാവർക്കും 1500 കിലോ വത്തൽ ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ വന്നവർക്കൊക്കെ മീൻ ഫ്രീ ആണ് കേട്ടോ അന്നത്തെ ദിവസം. ഇന്നല്ല, കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് വത്തൽ മീൻ വാങ്ങി. പിന്നെ ഇപ്പുറത്ത് നൗഫലിൻ്റെ മീൻ വരുന്നുണ്ട് പറഞ്ഞ് അയിലയും പിന്നെ മത്തിയൊക്കെ ഉണ്ട് കാരണം. അപ്പോൾ നല്ല ഫ്രഷ് അയില വരുന്നുണ്ട് പറഞ്ഞപ്പോൾ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങളങ്ങനെ അവിടുന്ന് അയിലയും വാങ്ങിട്ടോ. അപ്പോൾ അവിടെ മീനിന് നല്ല ലൈൻ നിൽക്കണം കേട്ടോ, ആണുങ്ങളാണ് കേട്ടോ കൂടുതൽ, വലിയ ലൈനാണ്. അപ്പോൾ ഈ മീൻ വാങ്ങാനാണ് അങ്ങനെ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ സത്യമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വാർഷികമായിട്ട് എല്ലാവർക്കും മീൻ വെറുതെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കണത്. അപ്പോൾ അവർക്ക് അള്ളാഹു അതിൻ്റെ ബർക്കത്ത് കൊടുക്കട്ടെ. പിന്നെ ഞങ്ങളിത് അങ്ങനെ കുറച്ചിങ്ങോട്ട് വന്നിട്ട് നമ്മൾ ചായ അടിക്കണ ഒരു കട ഉണ്ട് കേട്ടോ, അടിപൊളി ചായയാണ് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും കടിയൊക്കെ വാങ്ങി കുടിക്കാനിട്ട് നല്ല അടിപൊളി ഷവർമ്മ ബോണ്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഷവർമ്മ നമ്മൾ ഇങ്ങനെ പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ തിന്നിട്ടുള്ളത്, പക്ഷേ ഇതൊരു ഉണ്ട പോലെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എല്ലാ കടിക്കും അവിടെ അത്യാവശ്യം ഏത് കടിക്കും 10 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ഷവർമ്മ ബോണ്ട് തിന്നു. പിന്നെ അനൂസും മിന്നൂസും പിന്നെ പഴംപൊരിയാണ് സോസിയെടുത്താണ്. കടിക്കാം എൻ്റെ സാധനം എന്താ ഞങ്ങളുടെ തീറ്റ ബീഫട 125. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ പുറത്തിറങ്ങിയിട്ട് കുടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വണ്ടിയിൽ തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. കണ്ട